Your presence makes me whole. Your presence makes me whole. Jesus, oh Jesus, Jesus, oh Jesus, your presence makes me whole. Your presence makes me whole. യേശുവേ, അവിടുത്തെ സാന്നിധ്യം എന്നെ പൂർണ്ണനാക്കുന്നു. അവിടുത്തെ സാന്നിധ്യം എന്നെ ശക്തനാക്കുന്നു. അവിടുത്തെ സാന്നിധ്യം എന്നെ ധീരനാക്കുന്നു കർത്താവേ. അവിടുത്തെ സാന്നിധ്യം എന്നെ കരുതനാക്കുന്നു എൻ്റെ ദൈവമേ. അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് മഹത്വം. നമുക്ക് ദിവസം കണ്ണുകൾ അടയ്ക്കാം പ്രിയപ്പെട്ടവരെ. നമ്മുടെ കൈകളെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമ്മൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണമേ, യേശുവിൻ്റെ നാമം തന്നെയാണ് നമ്മുടെ എല്ലാ പാപങ്ങളെയും പോക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 10:43 വചനം പറഞ്ഞിരിക്കുന്നു, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം മൂലം പാപമോചനം നേടുമെന്ന് അവനെക്കുറിച്ച് പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും യേശുവിൻ്റെ നാമം മൂലം, അവൻ്റെ നാമം മൂലം പാപമോചനം നേടുമെന്ന് അവനെക്കുറിച്ച് പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ! എത്രയൊരു വലിയ വാഗ്ദാനമാണ്. യേശുവിൻ്റെ നാമത്തിൽ ആര് വിശ്വസിച്ചാലും അവൻ്റെ വിശ്വാസം മൂലം അവന് പാപമോചനമുണ്ട്, രക്ഷയുണ്ട്. ഹല്ലേലൂയ! ഹല്ലേലൂയ! പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ വചനം സ്വീകരിച്ചവര്? ദൈവത്തെ അറിയാതെ ലോകത്തിൽ ജീവിച്ച സാധാരണ മനുഷ്യരാണ്. അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞു, അവര് വലിയ മാറ്റം സംഭവിച്ചു അനേകം ആളുകളിൽ. പക്ഷേ മാറ്റം സംഭവിക്കുന്ന ഒത്തിരിയേറെ ആൾക്കാരുണ്ടായിരുന്നു. വചനം സേവിച്ചിട്ടും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടും ഒരു മാറ്റം സംഭവിക്കാത്ത ആൾക്കാരുണ്ടായിട്ടുണ്ട്. നാം ബൈബിളിൽ തന്നെ സംഭവം വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം അപ്പോസ്തലന്മാരിലൂടെ ദൈവരാജ്യം വളർന്നപ്പോൾ, ഇത് അപ്പോസ്തല പ്രവർത്തനം 5-ാമത്തെ അധ്യായത്തിൽ വായിക്കുകയാണ്. അനനിയാസും സപ്പീറായെ കുറിച്ച്, ഭാര്യയും ഒരു ഭർത്താവും വായിക്കുകയാണ്. അനനിയാസ് എന്നൊരാളും അവൻ്റെ ഭാര്യ സപ്പീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു. ബലിയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവെച്ചു, ബാക്കി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. പത്രോസ് ചോദിച്ചു, അനനിയാസേ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുവാനും പറമ്പിൻ്റെ ബലിയുടെ ഒരു അംശം മാറ്റിവെക്കുവാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്ത്? പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ? വിറ്റുകിട്ടിയതും നിന്റെ അധീനതയിലായിരുന്നില്ലേ? ഈ പ്രവൃത്തി ചെയ്യുവാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ്. ഈ വാക്ക് കേട്ട ഉടനെ അനനിയാസ് നിലത്ത് വീണ് മരിച്ചു. ഇത് കേട്ടവരെല്ലാം ഭയബഹുലരായി. ചെറുപ്പക്കാർ അവനെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞ് അവൻ്റെ ഭാര്യയും വന്നു. നടന്നു ഒന്നും അവൾ അറിഞ്ഞിരുന്നില്ല. പത്രോസ് അവളോട് ചോദിച്ചു, ഈ തൂവയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്ന് എന്നോട് പറയുക? അവൾ പറഞ്ഞു, അതെ, ഈ തൂവയ്ക്ക് തന്നെ. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കുവാൻ നിങ്ങൾ ഒത്തുചേർന്നത് എന്ത്? ഇതാ, നിന്റെ ഭർത്താവിനെ സംസ്കരിച്ചവരുടെ കാലൊച്ച വാതിലിന് പുറത്ത് കേൾക്കാം. അവർ നിന്നെയും കൊണ്ടുപോകും. തൽക്ഷണം അവൾ അവൻ്റെ കാൽക്കൽ മരിച്ചു വീണു. ചെറുപ്പക്കാർ അകത്ത് പ്രവേശിച്ചപ്പോൾ അവൾ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അവളെ എടുത്തുകൊണ്ടുപോയി ഭർത്താവിന് സമീപം സംസ്കരിച്ചു. സഭ മുഴുവനിലും ഇത് കേട്ട എല്ലാവരിലും വലിയ ഭയമുണ്ടായി. ഹല്ലേലൂയ! നോക്കണമേ, വിശ്വാസം സ്വീകരിച്ചവരെ
അവർ എന്ത് ചെയ്തു? അവർ തങ്ങളുടെ അതിന് മുമ്പിൽ വചനം പറഞ്ഞിട്ടുണ്ട്, അപ്പോസ്തല പ്രവർത്തനം 4:34, അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയെത്രയും വിറ്റ് കിട്ടിയ തുക അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. ബർന്നബാസ് എന്ന അപരനാമത്തിൽ അപ്പോസ്തലന്മാർ വിളിച്ചിരുന്നവരും ഈ വാക്കിൻ്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ്. സൈപ്രസ് സ്വദേശിയും ലേവായനുമായ ജോസഫ് തൻ്റെ വയൽ വിറ്റ് കിട്ടിയ പണം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. അതിനുശേഷമാണ് നമ്മൾ വായിച്ചത് അനനിയാസും സഫീറയെ കുറിച്ച് വായിക്കുന്നത്. അപ്പോൾ അന്ന് സഭയിലൊരു നിലപാടുണ്ടായി, എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി വസ്തുക്കൾ വിറ്റ് ആ പണം അവർ പൊതുവായിട്ട് എടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും എന്ത് ചെയ്തു? അവിശ്വാസം നിമിത്തം, ധനാസക്തി നിമിത്തം അവർ ഞങ്ങളുടെ വസ്തു വിറ്റിട്ട് ഒരു ഭാഗം മാറ്റിവെച്ചു. നോക്കണമേ, പരിശുദ്ധാത്മാവ് അവരിലുണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ അവർ ചെയ്തത്. പക്ഷെ അവർ ഒരു അതിക്രമം കാണിക്കുകയാണ്. വിറ്റുകിട്ടിയ വസ്തുവിൻ്റെ ഒരു ഭാഗം ഒളിച്ചു മാറ്റിവെച്ചു. മോഹം തോന്നി മാറ്റിവെച്ചു. എന്നിട്ട് അനനിയാസ് വരികയാണ്, പത്രോസിൻ്റെ അടുക്കൽ വന്ന്, ഇതാ തൻ്റെ സമ്പത്താണ്, ഞാൻ വിറ്റ് കിട്ടിയ പണമാണ്, മുഴുവൻ ഞാൻ സമർപ്പിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞ് നമുക്കറിയില്ല. ഇവിടെ സമർപ്പിച്ച ചോദ്യം വരിക, അനനിയാസേ, ഈ വിലക്ക് തന്നെയാണോ നീ വസ്തു വിറ്റത്? ചോദിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുവാനും പറമ്പിൻ്റെ വിലയുടെ അംശം മാറ്റിവെക്കുവാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്ത്? പറമ്പ് നിന്റെ സ്വന്തമായിരുന്നു, വിറ്റ് കിട്ടിയത് നിന്റെ സ്വന്തമാണ്, നിന്റെ അധീനതയിലായിരുന്നു. പിന്നെ എന്തിനാണ് ഈ പ്രവൃത്തി ചെയ്തത്? നീ വ്യാജം പറഞ്ഞത് മനുഷ്യരോടല്ല, ദൈവത്തോടാണ്. നോക്കണം, ഒരു ദൈവത്തിൻ്റെ ആത്മാവിനെതിരായ ഒരു വ്യാജ പ്രവൃത്തി, വ്യാജം പറയുകയാണ് അവിടെ. ആ നിമിഷം ആ മനുഷ്യൻ മരിച്ചു വീഴുകയാണ്. പിന്നീട് ഭാര്യ വരുന്നു. ഭാര്യ വലിയ സന്തോഷമായിട്ടാണ് വരുന്നത്. ഇതൊന്നും അറിഞ്ഞില്ല, ഭർത്താവ് മരിച്ചവരെ അവൾ അറിയുന്നില്ല. ഭാര്യ വരുമ്പോഴും നുണ പറയുകയാണ്. ആ നിമിഷം അവൾ മരിച്ചു വീഴുകയാണ്. അപ്പോൾ ഇത് ആദിമസഭയിൽ തന്നെ സംഭവിച്ചു ഈ ഒരു ദുരന്തം. സ്വന്തമായ അവരുടെ വസ്തു അവർ വിറ്റു. അവർക്ക് വേണേൽ പറയാമായിരുന്നു, ഞങ്ങൾ പകുതി എടുത്തു കേട്ടോ, പകുതി വെച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് കുറ്റമാകില്ലായിരുന്നു. പക്ഷേ വിറ്റുകിട്ട് മുഴുവൻ നിങ്ങൾ സമർപ്പിക്കുന്നു. വ്യാജം പറഞ്ഞു, അവിടെ നുണ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചു. അതാണ് അവരുടെ പാപം. അതുകൊണ്ടാണ് അവർ ആക്രമിക്കപ്പെട്ടവർ, അവർ മരിച്ചു വീണത്. ഇവിടെ ഞാൻ പറയുന്നത്, അന്ന് തന്നെ ആ ആദിമസഭയിൽ തന്നെ വചനം സ്വീകരിച്ച മനുഷ്യര് പൂർണ്ണമായി വിശ്വസിച്ചവരുമുണ്ട്, ഭാഗ്യയോട് വിശ്വസിച്ചവരുണ്ടായിരുന്നു. ഈ അനനിയാസും സഫീറയും ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഇതുപോലെ മറ്റനേകം മനുഷ്യരുണ്ടാവും. പാറപ്പുറത്ത് വീണ വിത്ത് പോലെ വചനത്തെ ആഴത്തിൽ സ്വീകരിക്കാതെ. അപ്പോൾ ഇതുപോലുള്ള മനുഷ്യര് ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചിട്ട്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ട്, ആ ആദിമസഭയിൽ തന്നെ അവരിലെല്ലാം ഹൃദയങ്ങളിൽ ഇപ്പോൾ ഒരു സംഭവം വെളിപ്പെട്ടിട്ടുണ്ട്. എത്രയോ മനുഷ്യർ ഇതുപോലെ ആയിക്കാണും. ലോകമെല്ലാം അന്ന് ആ വചനം പ്രചരിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിലൂടെ അനേകർ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ. ഇതൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് മാത്രം മനുഷ്യർ കാണുമായിരിക്കും. ഭാഗികമായിട്ട് മാത്രം കർത്താവിൽ വിശ്വാസം അർപ്പിച്ചവരും പ്രത്യാശ വെച്ചിട്ടുള്ളവരും. എന്നാൽ പകുതി ലോകത്തിൽ പകുതി സമ്പത്തിലുമായിട്ട് പ്രത്യാശ വെച്ചവരുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊക്കെ മനുഷ്യർ കുറെ കഴിഞ്ഞപ്പോഴേക്കും അവർ വീണ്ടും പഴയ മനുഷ്യരായിട്ട് മാറി. അവർ വീണ്ടും പഴയ മനുഷ്യർ വീണ്ടും പാപത്തിൻ്റെ മനുഷ്യരായിട്ട് മാറി. അവർ ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങി. അവർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുകയും തെറ്റായ പ്രബോധനങ്ങൾ അവർ കൊടുക്കാൻ തുടങ്ങി, തെറ്റായ സാക്ഷ്യങ്ങൾ അവർ കൊടുക്കാൻ തുടങ്ങി. ഒരു വശത്ത് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കണം, വിശുദ്ധമായിട്ട് ജീവിക്കണം, പാപം ചെയ്യരുത്, വചനം അനുസരിക്കണം, ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ മനുഷ്യരെ പഠിപ്പിച്ചപ്പോൾ ഈ ഭാഗികമായിട്ട് മാത്രം ദൈവത്തിൻ്റെ ആത്മാവിനെ വിശ്വാസം അർപ്പിച്ച മനുഷ്യൻ പറഞ്ഞത്, ഓ അങ്ങനെയൊന്നും അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല, താൻ ബാധി ദൈവം ബാധി എന്നാണ്, അങ്ങനെയൊന്നും വചനം അനുസരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ സ്ഥാനത്തെ അവർ വളരെ താഴ്ത്തിക്കളഞ്ഞു അവിടെ. അപ്പോൾ ഇത് കേൾക്കുന്ന മറ്റുള്ള മനുഷ്യർ എന്ത് സംഭവിച്ചു? അയാൾ അങ്ങനെയാണ് പറഞ്ഞത്, എന്താ പിന്നെ എനിക്കെന്തോന്നും ആയിക്കൂടാ. മനുഷ്യരിൽ കിടക്കുന്ന അടിസ്ഥാനപരമായി കിടന്ന പാപത്തിൻ്റെ സ്വാധീനങ്ങൾ വിട്ടുപോയിട്ടില്ലാത്തതുകൊണ്ട്, തലമുറയുടെ സ്വാധീനം വിട്ടുപോകാതിരുന്നത് കൊണ്ട്
ആ പാപം പത്തി വളർത്തി അവരിൽ ആധിപത്യം ഏറ്റെടുക്കുകയാണ്. അവർ വീണുപോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വീര്യപ്രവർത്തനം ഇങ്ങനെ നശിപ്പിക്കപ്പെട്ട ഒരു കാലത്ത് ആദ്യമേ സഭ ആരംഭിച്ച് കുറെ കഴിഞ്ഞപ്പോഴേക്കും, അപ്പോൾ ഇതൊരു 100 വർഷം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 200 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു കാണും? പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസം ഉപേക്ഷിച്ച് എന്തുമാത്രം മനുഷ്യൻ തന്നെ ഉണ്ടായിട്ടുണ്ട്. റോമായിലും ഗ്രീക്കിലും പറഞ്ഞ അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞ ഒത്തിരിയേറെ വിജാതീയമായ ആചാരത്തിന് അടിമപ്പെട്ട മനുഷ്യരായിരുന്നു. ഇഷ്ടംപോലെ ദൈവങ്ങളെ അവർ ആരാധിച്ചവർ. ആ മനുഷ്യരൊക്കെയാണ് വചനം സ്വീകരിച്ച് അവര് വീണ്ടും ജനിച്ചു. അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. അവരിൽ ഒത്തിരിയേറെ ആളുകൾ വിശുദ്ധരായിട്ട് ജീവിച്ചു. എന്നൊരു ചെറിയ ന്യൂനപക്ഷം വിശുദ്ധീകരണം ലഭിക്കാതെ അവര് വീണ്ടും പാപത്തിൽ ജീവിച്ചു. കുറെ തലമുറ കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴേക്കും ക്രൈസ്തവരായിരുന്ന മനുഷ്യരുടെ രക്തത്തിൽ കിടന്നിരുന്ന കഴിഞ്ഞുപോയ തലമുറകളുടെ വലിയ സ്വാധീനങ്ങൾ, വിജാതീയ സ്വാധീനങ്ങൾ അവരെ ആക്രമിച്ചു. അവരൊക്കെ വീണ്ടും ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങി, ജഡികരായിട്ട് മാറി. ഏറ്റവും അധികമായി സംഭവിച്ച ഒരു മൂല്യച്യുതിയാണ് അനേകം മനുഷ്യര് ജഡികമായ പാവങ്ങൾക്ക് അടിമകളായിട്ട് മാറി എന്നുള്ളത്. മ്ലേച്ഛത അത് മനുഷ്യൻ്റെ രക്തത്തിൽ കിടക്കുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഞാനൊരു വാർത്ത വായിക്കാൻ ഇടവന്നു. ഇറ്റലിയിലെ ഫൂഗറഫ അണ്ടർഗ്രൗണ്ട് റെയിൽവേ നിർമ്മിച്ചപ്പോൾ അതിനുവേണ്ടി ഭൂമിക്ക് അടിയിൽ അവരെ ഇങ്ങനെ ഭൂമി ഖനനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, മണ്ണ് മാറ്റി അവിടെയുള്ള പ്രദേശങ്ങൾ വൃത്തിയാക്കുമ്പോൾ അവർ കടന്നുപോയത് ഒരു പഴയ നഗരത്തിൻ്റെ അവശിഷ്ടങ്ങളിലൂടെയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി ആ പ്രദേശത്ത് ഒത്തിരിയേറെ ഗവേഷണം നടത്തി, ഒത്തിരിയേറെ എക്സ്കവേഷൻ നടത്തി ആ കണ്ടുപിടിച്ച ആ നഗരം മുഴുവൻ വൃത്തിയാക്കിയെടുത്തു. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, ആ നഗരത്തിന് കുറേ അതിദൂരമല്ലാതെ വലിയൊരു അഗ്നിപർവ്വതം ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങൾ മുമ്പ് അഗ്നിപർവ്വതം പൊട്ടിക്കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒഴുകിയ ലാവയും പുകയും ചാരവുമെല്ലാം ഈ നഗരത്തെ മൂടിക്കളഞ്ഞു. മനുഷ്യർ രക്ഷപ്പെടാൻ പറ്റാതെ അങ്ങനെ ആ നഗരത്തിൻ്റെ അകത്ത് മൂടിപ്പോയി. അവിടേക്കുള്ള ഭിത്തികളിൽ കൊത്തിവെച്ചിരിക്കുന്ന രൂപങ്ങൾ മുഴുവനും ഏറ്റവും മ്ലേച്ഛമായ രൂപങ്ങളാണ്. മനുഷ്യൻ്റെ നഗ്നരൂപങ്ങൾ, ഏറ്റവും ഇന്ന് നമ്മൾ പറയുന്ന നീലചിത്രം എന്ന് പറയുന്ന ബ്ലൂ ഫിലിം എന്ന് പറയുന്ന പോലുള്ള അങ്ങനെയുള്ള മ്ലേച്ഛമായ ചിത്രങ്ങളാണ് അവിടെയുള്ള ഭിത്തികളെല്ലാം കൊത്തിവെച്ചിരിക്കുന്നത്. അനേകം കാലം മുമ്പ് സംഭവിച്ച കാര്യമാണ്. വലിയൊരു സമ്പന്ന നഗരമായിരുന്നു അത്. പണം കൂടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവം നഷ്ടപ്പെട്ട് അവരെ ഭരിച്ചത് ജഡിക അഭിലാഷങ്ങളായിരുന്നു. തക്കതായ ശിക്ഷയോടെ വന്നു. അഗ്നിപർവ്വതം പൊട്ടി. ആ മനുഷ്യരൊക്കെ ആരും രക്ഷപ്പെട്ടില്ല. അവരൊക്കെ അവിടെ മൂടിപ്പോയി എന്നുള്ളതാണ് ആ അഗ്നിക്കകത്ത്. പക്ഷേ ആ നഗരത്തിൻ്റെ അവശേഷം ഇന്ന് നിലനിൽക്കുകയാണ് അവിടെ. പ്രിയമുള്ളവരെ, ദൈവത്തെ മറന്ന് മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ അത് അവൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. വലിയ പാപത്തിൻ്റെ ആധിപത്യങ്ങൾ. ഈ അടിത്തറയാണ് എല്ലാ മനുഷ്യരിലും ഉള്ളത്. ഒരുവൻ എത്ര വലിയ വിശ്വാസിയാണെങ്കിലും എത്ര വലിയ അധികാരിയാണെങ്കിലും ആ വ്യക്തിയുടെ അടിത്തറ ശുദ്ധീകരിക്കപ്പെടുന്നില്ലാത്തതുകൊണ്ട്, തലമുറയുടെ പാപത്തിൻ്റെ ഭരണം ഉള്ളിൽ കിടപ്പുള്ളത് കൊണ്ട് ആ വ്യക്തി വീണ്ടും പാപം ചെയ്യുക. ഇതിന് എന്താണ് പരിഹാരം? ഒറ്റ പരിഹാരമേ ഉള്ളൂ. ഈ സത്യം മനസ്സിലാക്കി അംഗീകരിച്ചുകൊണ്ട്, ഇന്ന് എന്നെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്നത് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന തലമുറകളുടെ പാപത്തിൻ്റെ സ്വാധീനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, പാപത്തിൻ്റെ സ്വാധീനം എന്ന് പറയുമ്പോൾ എൻ്റെ രക്തത്തിൽ അവകാശം പറയുന്ന നഷ്ടപ്പെട്ടു പോയി എൻ്റെ തലമുറയുടെ സ്വാധീനം എൻ്റെ രക്തത്തിലൂടെ എന്നെ സ്വാധീനിക്കുന്നതിനർത്ഥം. മറ്റു വാക്കി പറഞ്ഞാൽ അശുദ്ധാത്മാക്കളുടെ സ്വാധീനം എന്നെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു നല്ല പിക്ചർ ഞാൻ തരാം.
നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റാത്ത തിന്മ പ്രവൃത്തികൾ നിങ്ങൾ പുറത്തു വരുന്നു. എന്തുകൊണ്ട്? ചിന്തിക്കണം. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര കുമ്പസാരിച്ചിട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത വണ്ണം നിങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന തിന്മ പ്രവൃത്തികൾ, അതിൻ്റെ ഉറവിടം എന്ത്? എത്രയോ പ്രാവശ്യം ബന്ധിച്ച് പ്രാർത്ഥിച്ചു, എത്രയോ പ്രാവശ്യം കുമ്പസാരിച്ചു, എത്രയോ പ്രാവശ്യം കരഞ്ഞ് പ്രാർത്ഥിച്ചു, വിശുദ്ധിയുടെ പ്രാർത്ഥന നടത്തി, പക്ഷെ വിട്ടുപോകുന്നില്ല. പിന്നെ ഈ ഒരു മേഖല ആക്രമിക്കുക. 1, 2 അല്ല പല തലങ്ങളിലാണ് ആക്രമിക്കപ്പെടുന്നത്. വിശുദ്ധീകരണം ലഭിക്കുന്നില്ല. കാരണം അതിൻ്റെ വേര് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. ആ തിന്മയുടെ ആധിപത്യത്തിന് ഉള്ളിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ് തലമുറകളിലൂടെ. വ്യഭിചാരത്തിൻ്റെയോ സ്വവർഗഭോഗത്തിൻ്റെയോ മൃഗഭോഗത്തിൻ്റെയോ പ്രതികാരത്തിൻ്റെയോ കൊലപാതകത്തിൻ്റെയോ എല്ലാം ഉള്ളിൽ കിടക്കുകയാണ്. ഇതില്ലാത്തൊരു മനുഷ്യനില്ല. ഒരു മനുഷ്യനിൽ വരുന്ന അവൻ്റെ വാക്കുകൾ, അതിൽ പുറപ്പെടുന്ന വാക്കുകൾ അത് ഈ ഉള്ളിൽ നിന്നാണ് വരുന്നത്, അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അത് നല്ലതാണെങ്കിൽ അത് തീർച്ചയായും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വാധീനം ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അവിടെ നിന്ന് പുറപ്പെടുന്ന തിന്മയുടെ വാക്കുകൾ, അശുദ്ധിയുടെ വാക്കുകൾ, മ്ലേച്ഛതയുടെ വാക്കുകൾ, അശുദ്ധമായ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, ചിന്തകൾ, ഇതെല്ലാം പുറപ്പെടുവിക്കുന്നത് ഉള്ളിൽ കിടക്കുന്ന ഈ തലമുറകളുടെ പാപമാണ്, അവരുടെ ആത്മാക്കളുടെ സ്വാധീനമാണ്, നമ്മുടെ രക്തത്തിലുള്ള അവരുടെ അവകാശങ്ങളാണ് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അത് എത്രമാത്രം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് കുമ്പസാരിച്ചാലും അത് വിട്ടുപോകില്ല. ഒരു മാങ്ങ കേടുവന്ന മാങ്ങയാണെങ്കിൽ അത് കേടുവന്ന മാങ്ങയാണെന്ന് പറഞ്ഞ് ആ മാങ്ങയുടെ ആ കമ്പ് വെട്ടിക്കളഞ്ഞാലും അടുത്ത വർഷവും വീണ്ടും ഉണ്ടാകുന്ന മാങ്ങ അത് തന്നെയായിരിക്കും. അതൊരിക്കലും മാറില്ല. കാരണം ആ മാവിൻ്റെ അല്ല മാങ്ങയുടെ കേടെന്ന് പറയുന്നത് അതിന് വേരിലാണ്. അപ്പോൾ വേരിൽ കൊടുക്കേണ്ട ചികിത്സ നമ്മൾ ബലത്തിൽ കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. അത് വേരിൽ കൊടുക്കണം. വേര് നമ്മുടെ തലമുറകളാണ്. അവർ ചെയ്തു പോയ പാപങ്ങൾ നമ്മുടെ മേൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് നാം അതിനുവേണ്ടി പശ്ചാത്തപിക്കണം, കണ്ണീരോടെ പ്രാർത്ഥിക്കണം. പിതാക്കന്മാരുടെ പാപങ്ങൾ നമ്മളെ തൊടുകയില്ല എന്നും ശാപങ്ങളില്ല എന്നുമുള്ള പഠനങ്ങൾ, തെറ്റായ പഠനങ്ങൾ ദൂരെ എറിഞ്ഞിട്ട് സത്യം മനസ്സിലാക്കി ജനങ്ങളെ പഠിപ്പിക്കണം. ഗലാത്യർ 3:13 ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നമ്മെ രക്ഷിച്ചു. എന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അപരാധം ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിയിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. വീണ്ടും വായിക്കുന്നു, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നമ്മെ രക്ഷിച്ചു. എന്നിട്ട് പറയാമോ, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നമ്മെ രക്ഷിച്ചു. എവിടുന്നാണ് രക്ഷിച്ചത്? നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നാണ്. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് ശാപത്തിൽ രക്ഷിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് നിയമത്തിൻ്റെ ശാപം. അപ്പോൾ യേശു നമ്മളെ രക്ഷിച്ചത് നിയമത്തിൻ്റെ ശാപമാണ്. താൻ സ്വയം ക്രൂശിക്കപ്പെട്ട് താൻ ശപിക്കപ്പെട്ടവനായി തീർന്നു. കാരണം മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. അങ്ങനെ യേശു ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നമ്മെ രക്ഷിച്ചത് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നാണ്. എന്താണ് ഈ നിയമത്തിൻ്റെ ശാപം? നിയമത്തിൻ്റെ ശാപം നിയമം വഴി വന്ന ശാപം എന്നർത്ഥം. അതാണ് നിയമത്തിൻ്റെ ശാപം. നിയമം വഴി അല്ല നിയമം മൂലം വന്ന ശാപം. എന്താണ് നിയമം? ദൈവനിയമമാണ്. 1 യോഹന്നാൻ 3:4 വായിക്കുന്നുണ്ട്, പാപം നിയമലംഘനം എന്ന് പറയും. നിയമലംഘനം. അപ്പം നിയമം ദൈവത്തിൻ്റെ നിയമമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു നമ്മൾ രക്ഷിച്ചത് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നാണ്. അതായത് മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങളെ ലംഘിച്ചപ്പോൾ അത് പാപമായി. ദൈവത്തിൻ്റെ നിയമത്തിനെതിരായി ചെയ്ത പ്രവൃത്തി പാപമായി. ആ പാപത്തിലൂടെ വന്ന ശാപം ഇതെന്ന് മനുഷ്യൻ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് മനുഷ്യൻ അന്ധമായിട്ട് ഈ മേഖലയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നത്? അതും എനിക്കറിയില്ല. വ്യക്തമായിട്ട് പറയുന്നു, പാപവും നിയമലംഘനമാണ്.
1 യോഹന്നാൻ 3:4. പാപം നിയമലംഘനമാണ്. അപ്പോൾ ഈ നിയമം ലംഘിക്കപ്പെട്ടപ്പോൾ അത് നിയമം വഴി വന്ന ശാപമായിട്ട് മാറി. അതായത് ഒരു അപ്പൻ, ഒരു പിതാവ് ദൈവത്തിൻ്റെ നിയമത്തെ ലംഘിച്ച് പാപം ചെയ്തു. അത് ആ മനുഷ്യ ജീവിതത്തിൽ പാപമായി മാറി. അയാൾക്ക് പാപമായിട്ട് മാറി. അയാൾ ഈ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നില്ല, ഈ പാപങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. അയാൾക്ക് ജനിക്കുന്ന മക്കളിൽ ഇയാളുള്ള പാപം അത് മക്കളിലേക്ക് ചെല്ലുമ്പോൾ പാപമായി മാത്രമല്ല പാപവും ശാപത്തോടെ വരികയാണ്. പാപത്തിൽ നിന്ന് പുറപ്പെടുന്ന ബന്ധനമാണ് ശാപം. അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുന്ന പിശാചിന്റെ പ്രവൃത്തിയാണ് ശാപം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുന്ന പിശാചിന്റെ പ്രവൃത്തി അശുദ്ധാത്മാക്കളുടെ സംഭവിക്കുന്നതാണ് ശാപം. അപ്പോൾ ഒരു പിതാവിൻ്റെ പാപം അയാൾക്ക് പാപമായി, അയാളെ പാപത്തിൽ ജീവിക്കുന്ന അയാൾ പാപത്തിൽ മരിച്ചു പോകുന്നു. ആ പാപത്തിൻ്റെ അടുത്ത ഫലമായി അയാളുടെ മക്കൾ ജനിച്ചു കഴിയുമ്പോൾ ആ മക്കളിൽ ആ പാപം അതുപോലെ പകരപ്പെടുകയാണ്. ആ പാപം അതുപോലെ പകരപ്പെടുന്നത് മാത്രമല്ല, ആ പാപത്തിലൂടെ പുതിയൊരു കാര്യം പൊട്ടിക്കിളിറുകയാണ് ശാപം എന്നൊരു ബലം. പിന്നീടുവരെ ഈ ശാപം കൊണ്ട് തീർന്നില്ല. ശാപം പേറിയവന് മേൽ കടന്നു വീഴുന്ന ദൈവത്തിന്റെ കരമാണ് ശിക്ഷ. പാപം, ശാപം, ശിക്ഷ, ഇത് മൂന്നും സംഭവിക്കും അവിടെ. അതുകൊണ്ടാണ് ഒരു അപ്പന്റെ പാപത്തിന് മക്കൾ ശിക്ഷിക്കപ്പെടും. ഒരു സംശയവും അക്കാര്യത്തിൽ ഇല്ല എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. അത് എസെക്കിയേൽ 18 പറഞ്ഞിരിക്കുന്നത് പിതാവിൻ്റെ പാപത്തിന് മക്കൾ ശിക്ഷിക്കപ്പെടാതെ ഇരിക്കണമെങ്കിൽ മക്കൾ നിയമപ്രകാരം ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ചാൽ ശിക്ഷിക്കപ്പെടത്തില്ല. ഇതാണ് സ്വീഡിഷ് പഠിപ്പിച്ചത്. ശാപമുണ്ട്. ഈ ശാപത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യൻ വചനപ്രകാരം ജീവിച്ചാൽ അവൻ ശാപത്തിൽ നിന്ന് മോചിതനാകാൻ സാധിക്കും. തലമുറയിലേക്ക് ആ ശാപം പോകാതെ രക്ഷപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ വചനം പറയുകയാണ്, നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നാണ് യേശു നമ്മളെ രക്ഷപ്പെടുത്തത്. നിയമത്തിൻ്റെ, അതായത് പിതാക്കന്മാർ നിയമം ലംഘിച്ച് പാപം ചെയ്തപ്പോൾ വന്ന ശാപത്തിൽ നിന്നാണ് യേശു നമുക്ക് രക്ഷ എന്ന് മനസ്സിലാക്കണം. വെറുതെ ഒരു ശാപമല്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇന്ന് എൻ്റെ മേലെ വന്നുള്ള ഈ ശാപത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ശാപത്തിന് കാരണക്കാരായ എൻ്റെ പിതാക്കന്മാർക്ക് വേണ്ടി ഞാൻ ദൈവത്തോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. അവർക്കൊന്നും മാപ്പ് ചോദിക്കാൻ പറ്റില്ല. അവരെ അടിമത്ത് കിടക്കുന്നു, നഷ്ടപ്പെട്ട ആത്മാക്കളായി കിടക്കുന്നു, അശുദ്ധാത്മാക്കളായി കിടക്കുന്നു. അവർക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല. അവർക്ക് ദൈവത്തെ വിശ്വസിക്കാൻ പറ്റില്ല. അവർക്ക് യേശുവിനെ വേണ്ട. എന്നാൽ ഇന്ന് ഞാൻ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ, എൻ്റെ പിതാക്കന്മാർ അവിടുത്തെ പാപം ചെയ്തു പോയി, അവർ പ്രമാണങ്ങൾ ലംഘിച്ചു, ദൈവമേ ഞാൻ അവർക്ക് വേണ്ടി മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നെന്ന് ഒരു വിശ്വസിച്ചുകൊണ്ട് ദിവസങ്ങളിൽ കണ്ണീരോടെ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകും. ഇല്ലെങ്കിൽ നമുക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ അർത്ഥമില്ല. ഞാൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലാണ് എങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ ജനതയോടെ ജീവിക്കുന്നു എങ്കിൽ ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവത്തിന് ഉത്തരവുണ്ടാകും. കാരണം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ മാറ്റി നിർത്തുന്ന പാപമാണ്. യെശയ്യാ 59:1 വചനം, രക്ഷിക്കാൻ കഴിയാതെ കർത്താവിൻ്റെ കാര്യങ്ങൾ കുറുകെ പോയിട്ടില്ല, കേൾക്കാനാവാത്തവർക്ക് കാതുകൾക്ക് മാന്തി സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെ ദൈവത്തിൽ നിന്ന് തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ, നിന്റെ അകൃത്യങ്ങളാണ് നിന്നെ ദൈവം തമ്മിൽ അകറ്റി നിർത്തിയത്. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ ഒരുവൻ തന്നെ ശുദ്ധീകരിച്ച് നീതീകരിച്ച് വിശുദ്ധമായിട്ട് ജീവിച്ചാൽ നിന്റെ പ്രാർത്ഥന എപ്പോഴും ദൈവം കേട്ടുകൊണ്ടേയിരിക്കും, ഉത്തരവുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു വചനത്തിൽ ജീവിച്ച് വചനപ്രകാരം വിശുദ്ധമായി ജീവിച്ചുകൊണ്ട് നാം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, പിതാക്കന്മാർക്ക് വേണ്ടി ദൈവത്തോട് മാപ്പ് ചോദിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. കാരണം അവർക്ക് അതിനെക്കുറിച്ചൊന്നും ബോധ്യമോ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അവരാരും പഠിപ്പിച്ചിട്ടില്ല. അവർ അജ്ഞരായിട്ട് മരിച്ചു പോയവരാ. ഇന്ന് നമുക്ക് അറിവ് ലഭിച്ചു. പരിശുദ്ധാത്മാവിലുള്ള വചനത്തിലൂടെയും ധ്യാനങ്ങളിലൂടെയും ഒക്കെ നമുക്ക് അറിവ് കിട്ടി. അപ്പം നമുക്ക് ലഭിച്ച ഈ വലിയ സമ്പത്ത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് വേണ്ടിയും നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തലമുറകൾക്ക് വേണ്ടി നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, വിശ്വാസത്തിലുള്ള പ്രാർത്ഥനയിലൂടെ അവർക്ക് ദൈവം മോചനം കൊടുത്ത്, പാപപൂർത്തി കൊടുത്ത് അവരെ വീണ്ടെടുക്കും. അവർ രക്ഷയിലേക്ക് കൊണ്ടുപോകും. അവർ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ
അവരോട് വന്നതായ ശാപത്തിൻ്റെ കെട്ടഴിഞ്ഞ് ഞാൻ സ്വതന്ത്രനാകും. ഇതാണ് രക്ഷയുടെ വഴി എന്ന് പറയുന്നത്. അതാ വചനം പറഞ്ഞത്, ക്രൂശ് നമ്മെ ശവിക്കൂട്ടനെ തീർന്നുകൊണ്ട് നിയമത്തിന് ശാപത്തിൽ നമ്മെ രക്ഷിച്ചു. അപ്പോൾ ക്രിസ്തു നേടിത്തന്ന ഈ നിയമത്തിൽ നിന്നുള്ള നിയമം വഴി വന്ന ശാപത്തിൽ നിന്നുള്ള രക്ഷ പ്രാപിച്ചെടുക്കണമെങ്കിൽ ഒരുവൻ തൻ്റെ പിതാക്കന്മാർക്ക് വേണ്ടി, ഈ ശാപത്തിന് കാരണക്കാരായ തൻ്റെ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ് നമുക്ക് രക്ഷ നൽകുന്നത്, അവർക്ക് വിടുതൽ കൊടുക്കുന്നത്.